കൊറോഷനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് മെത്തേഡുകളെയാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ബൈ കോട്ടിംഗ് വിത്ത് സ്യൂട്ടബിൾ മെറ്റീരിയൽ അല്ലെങ്കിൽ ബാരിയർ പ്രൊട്ടക്ഷൻ എന്ന് വിളിക്കുന്നു. നമുക്ക് ഏത് മെറ്റലിനെയാണോ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ആ മെറ്റലിന് ഒരു സ്യൂട്ടബിൾ മെറ്റീരിയൽ ഉപയോഗിച്ച് ഒരു കോട്ടിംഗ് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ആ മെറ്റലിനെയും അറ്റ്മോസ്ഫിയറിനെയും തമ്മിൽ റിയാക്ഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇവർക്കിടയിൽ ഒരു ബാരിയർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണയായിട്ട് വീടുകളിൽ തന്നെ കണ്ടിട്ടുണ്ട്, ജനലകളുടെയൊക്കെ കമ്പി അല്ലേ തുരുമ്പ് പിടിക്കാതിരിക്കാനായിട്ട് അയേണിൻ്റെ കമ്പികളിൽ നമ്മൾ സാധാരണയായിട്ട് പെയിൻ്റ് അടിക്കാറുണ്ട്. എന്തിനാണത് ചെയ്യുന്നത്? അയേൺ മെറ്റീരിയലിനെ അറ്റ്മോസ്ഫിയർ ഓക്സിജനുമായിട്ട് കോണ്ടാക്റ്റ് വരാത്ത രീതിയിൽ ഒരു ബാരിയർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡിനെയാണ് ബാരിയർ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ബൈ കോട്ടിംഗ് വിത്ത് സ്യൂട്ടബിൾ മെറ്റീരിയൽ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഈ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യുക മെറ്റൽ സർഫസിനെ പെയിൻറ് ചെയ്യും, അല്ലെങ്കിൽ വി ക്യാൻ യൂസ് ഗ്രീസ്, അതുമല്ലെങ്കിൽ മറ്റ് മെറ്റൽസ് ഉപയോഗിച്ചുകൊണ്ടും ബാരിയർ പ്രൊട്ടക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഉപയോഗിക്കുന്ന മെറ്റൽസ് ആണ് സിങ്ക്, കോപ്പർ, ടിൻ, നിക്കൽ എന്നിവ. ഇതുകൂടാതെ പല പോളിമറിക് കോട്ടിങ്ങുകൾ ഉപയോഗിച്ചുകൊണ്ടും മെറ്റലിനെ അറ്റ്മോസ്ഫിയറിക് ഓക്സിജനുമായിട്ട് ബന്ധം വരാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഇതുകൂടാതെ തന്നെ പല കെമിക്കൽസും ഇതിനായിട്ട് ഉപയോഗിക്കുന്നു. ആൻ എക്സാമ്പിളാണ് അഡറൻറ്റ് ഫിലിംസ് ഓഫ് അയൺ ഫോസ്ഫേറ്റ് ആൻഡ് കെമിക്കൽസ് ലൈക്ക് ബിസ്ഫിനോൾ എക്സെട്ര. ആദ്യത്തെ മെത്തേഡാണ് ബാരിയർ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ കോട്ടിംഗ് ദ സർഫസ് ഓഫ് ദ മെറ്റൽ വിത്ത് സ്യൂട്ടബിൾ മെറ്റീരിയൽ. മെറ്റലിൻ്റെ മുകളിൽ സർഫസിൽ ഒരു സ്യൂട്ടബിൾ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു കോട്ടിംഗ് കൊടുത്തുകൊണ്ട് ഇത്തരം മെറ്റൽസിൻ്റെ കൊറോഷനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓർക്കണം, the surfaces of the metals are coated with paint, grease or metals like copper, zinc, tin, nickel etc. Adherent films of iron phosphate, chemicals like bisphenol etc. ഇതാണ് കൊറോഷനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ആദ്യത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് ഏതാണെന്ന് നോക്കാം. രണ്ടാമത്തെ മെത്തേഡാണ് സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ. സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ പേരിൽ തന്നെ മനസ്സിലാക്കാം, സ്വയം സാക്രിഫൈസ് ചെയ്തുകൊണ്ട് മറ്റൊരു മെറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ് ഇതിൽ നടക്കുന്ന പ്രധാന പ്രവർത്തനം. ദാറ്റ് ഈസ് നോൺ ആസ് സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ. എന്താണെന്ന് നോക്കാം. ദിസ് മെത്തേഡ് ഇൻവോൾവ്സ് ദ കോട്ടിംഗ് ഓഫ് സർഫസ് ഓഫ് അയൺ വിത്ത് എ ലെയർ ഓഫ് മെറ്റൽ വിച്ച് ഈസ് മോർ ആക്റ്റീവ് ദാൻ അയൺ. അയൺ സബ്സ്റ്റൻസസിൻ്റെ കൊറോഷൻ തടയാനായിട്ടാണ് സാധാരണയായി ഈ സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ എന്ന മെത്തേഡ് ഉപയോഗിക്കാറുള്ളത്. കൊറോഷന് സാധ്യതയുള്ള അയൺ സർഫസിന് മുകളിൽ അയണിനേക്കാൾ കൂടുതൽ ആക്റ്റീവായിട്ടുള്ള സിങ്കോ, ക്രോമിയം, നിക്കൽ പോലെയുള്ള ഏതെങ്കിലും ഒരു മെറ്റൽ കോട്ട് ചെയ്യുന്നു. ഈ ഒരു മെറ്റൽ അയണിനെ കൊറോഷനിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുന്നു. ഈ മെത്തേഡിനെയാണ് സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ എന്ന് വിളിക്കുക. സാധാരണയായിട്ട് അയൺ സർഫസിന് മുകളിൽ സിങ്കിൻ്റെ ഒരു കോട്ടിംഗ് ആണ് കൊടുക്കുക. നമുക്കറിയാം സിങ്ക് എന്ന് പറയുന്നത് അയണിനേക്കാൾ കൂടുതൽ ഇലക്ട്രോ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഇതിന് ഒരു അറ്റ്മോസ്ഫിയറിക് ഓക്സിജനുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ കൂടുതൽ ഇലക്ട്രോ പോസിറ്റീവായിട്ടുള്ള സിങ്ക് ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് സിങ്ക് 2+ അയോണുകളായിട്ട് മാറുന്നു. അതോടൊപ്പം തന്നെ സിങ്ക് ആനോഡായിട്ട് പ്രവർത്തിക്കുകയും അയൺ കാഥോഡായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സിങ്ക് സ്വയം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അയണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സിനെ നമുക്ക് ഒരു സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. വളരെ പെർട്ടിക്കുലറായിട്ട് പറയുകയാണെങ്കിൽ അയൺ സബ്സ്റ്റൻസിന് മുകളിൽ സിങ്ക് കോട്ട് ചെയ്തുകൊണ്ട് അയണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഈ മെത്തേഡിനെ ഗാൽവനൈസേഷൻ എന്നാണ് പറയുന്നത്. ഓർക്കണം, ദ പ്രോസസ് ഓഫ് കോട്ടിംഗ് ദ തിൻ ഫിലിം ഓഫ് സിങ്ക് ഓൺ അയൺ ഈസ് നോൺ ആസ് ഗാൽവനൈസേഷൻ. ഈ ഒരു പ്രോസസ്സ് ഉപയോഗിച്ചുകൊണ്ട് അയണിനെ കൊറോഷനിൽ നിന്നും രക്ഷിക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി സാക്രിഫിഷ്യൽ ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്നത് സിങ്കിൻ്റെ കോട്ടിങ്ങിനെയാണ്. ഇതാണ് രണ്ടാമത്തെ
മെത്തേഡായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. കൊറോഷനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള 2 മെത്തേഡുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തായിട്ട് 3ാമത്തെ മെത്തേഡ് നോക്കാം. 3ാമത്തെ മെത്തേഡ് കാഥോഡിക് പ്രൊട്ടക്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് കാഥോഡിക് പ്രൊട്ടക്ഷൻ? ഈ മെത്തേഡിൽ ഏത് മെറ്റലിനെയാണോ നമുക്ക് സംരക്ഷിക്കേണ്ടത് ആ മെറ്റലിനെ കാഥോഡായിട്ട് നിലനിർത്തുന്നു. ഇവിടെ സാധാരണയായിട്ട് അയൺ മെറ്റീരിയലിനെ അല്ലെങ്കിൽ അയൺ മെറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് ഈ കാഥോഡിക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇൻ ദിസ് മെത്തേഡ് അയൺ ഈസ് മെയ്ഡ് ആസ് എ കാഥോഡ് ഹാഫ് സെൽ സോ ദാറ്റ് ഇറ്റ് വിൽ നോട്ട് ലോസ് ഇലക്ട്രോൺസ് ആൻഡ് ഡിസോൾവ്. ഈ മെത്തേഡിൽ സാധാരണയായിട്ട് അയണിനെ കൂടുതൽ ആക്റ്റീവായിട്ടുള്ള മെഗ്നീഷ്യം അല്ലെങ്കിൽ സിങ്ക് പോലെയുള്ള മെറ്റലുകൾ ഉപയോഗിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇവിടെ അയണിനേക്കാൾ കൂടുതൽ ആക്റ്റീവായിട്ടുള്ള സിങ്ക്, മെഗ്നീഷ്യം പോലെയുള്ള മെറ്റൽസ് അയണുമായിട്ട് അറ്റാച്ച് ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുക? അയണിനേക്കാൾ കൂടുതൽ ആക്റ്റീവായ മെഗ്നീഷ്യം അല്ലെങ്കിൽ സിങ്കിന് ഓക്സിഡേഷൻ സംഭവിക്കുകയും ഇലക്ട്രോണുകൾ ലോസ് ചെയ്ത് അവ കൊറോഷന് വിധേയമാവുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ അയണിനെ കൊറോഷനിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുന്നു. ഈ മെത്തേഡിനെയാണ് കാഥോഡിക് പ്രൊട്ടക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട മെറ്റലിനെ ഇലക്ട്രോ കെമിക്കൽ സെല്ലിലെ കാഥോഡായിട്ടാണ് പ്രവർത്തിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മെത്തേഡിന് കാഥോഡിക് പ്രൊട്ടക്ഷൻ എന്ന് പേര് വരാനുള്ള കാരണം. സാധാരണയായിട്ട് അയണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് മെഗ്നീഷ്യം എന്ന് പറയുന്ന ആക്റ്റീവ് മെറ്റലാണ് ഉപയോഗിക്കാറുള്ളത്. നമുക്കറിയാവുന്ന പോലെ തന്നെ അയണിനേക്കാൾ കൂടുതൽ ആക്റ്റീവായിട്ടുള്ള മെഗ്നീഷ്യം ഇലക്ട്രോണുകളെ ലോസ് ചെയ്ത് സ്വയം ഓക്സിഡേഷൻ സംഭവിക്കുകയും അവ നശിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ അയൺ മെറ്റീരിയലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഈ മെത്തേഡിന് സാധാരണയായിട്ട് കുറച്ച് അപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്കറിയാം, നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ കൂടെ വെള്ളമൊക്കെ പമ്പ് ചെയ്യാനായിട്ട് അയണിൻ്റെ പൈപ്പുകൾ ഇടാറുണ്ട് അല്ലേ? കുടിവെള്ള പദ്ധതിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള പൈപ്പുകൾക്ക് കുറേ നാൾ കഴിയുമ്പോൾ ഡിസ്ട്രക്ഷൻ സംഭവിക്കാം. ഇത്തരം ഡിസ്ട്രക്ഷൻ ഒഴിവാക്കാനായിട്ട് ഈ അണ്ടർഗ്രൗണ്ട് പൈപ്പുകളെയും ടാങ്കുകളെയും ഒക്കെ കൂടുതൽ ആക്റ്റീവായിട്ടുള്ള മെഗ്നീഷ്യം പോലെയുള്ള മെറ്റൽസുമായിട്ട് യോജിച്ച് വയ്ക്കുന്നു. ഇങ്ങനെ യോജിപ്പിക്കുക വഴി അത്തരം മെറ്റൽസിന് കൊറോഷൻ സംഭവിക്കുകയും അയൺ ടാങ്കിനെ അല്ലെങ്കിൽ അയൺ പൈപ്പിനെ കുറച്ചധികം നാൾ കൊറോഷൻ ഇല്ലാതെ സൂക്ഷിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്ന ഒരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെയാണ് കപ്പലുകളുടെ കാര്യത്തിൽ. കപ്പലുകൾക്ക് നമുക്കറിയാൻ സാധിക്കും, കൂടുതലും സോൾട്ട് കണ്ടെയ്നിങ് ആയിട്ടുള്ള വാട്ടറുമായിട്ട് എപ്പോഴും റിയാക്ഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലേ? അപ്പം ഇങ്ങനെയുള്ള അയൺ സബ്സ്റ്റൻസസിന് കൊറോഷൻ സംഭവിക്കാതിരിക്കാനായിട്ട് ഈ അയൺ സബ്സ്റ്റൻസിൻ്റെ കൂടെ സിങ്കിൻ്റെയോ മെഗ്നീഷ്യത്തിൻ്റെയോ ചെറിയ ചെറിയ പാച്ചസ് ആഡ് ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനെ സംഭവിക്കുമ്പോൾ, നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അയണിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിക്കൊണ്ട് ഏറ്റവും ആദ്യം സിങ്ക്, മെഗ്നീഷ്യം പോലെയുള്ള മെറ്റൽസ് ഓക്സിഡേഷൻ സംഭവിക്കുകയും സ്വയം നശിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ അയണിനെ കാഥോഡാക്കി വയ്ക്കുക വഴി അവിടെയും അയൺ മെറ്റീരിയൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് സാധാരണയായിട്ട് അയൺ മെറ്റീരിയലിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അയൺ മെറ്റീരിയലിനെ കൊറോഷനിൽ നിന്നും സംരക്ഷിക്കാനായിട്ട് സാധാരണ ഉപയോഗിക്കുന്ന മെത്തേഡ്. ഈ മെത്തേഡിനെയാണ് കാഥോഡിക് പ്രൊട്ടക്ഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ 3 മെത്തേഡ്സാണ് ഇതുവരെ പഠിച്ചിട്ടുള്ളത്. അടുത്ത മെത്തേഡ് ഏതാണെന്ന് നോക്കാം. കൊറോഷനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള 4ാമത്തെ മെത്തേഡാണ് ബൈ യൂസിങ് ആൻറ്റി റസ്റ്റ് സൊല്യൂഷൻസ്. എന്താണ് ഈ ആൻറ്റി റസ്റ്റ് സൊല്യൂഷൻസ്? റസ്റ്റ് ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തുരുമ്പ് എടുക്കാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സൊല്യൂഷൻസിനെയാണ് ആൻറ്റി റസ്റ്റ് സൊല്യൂഷൻസ് എന്ന് വിളിക്കുക. സാധാരണയായിട്ട് ആൽക്കലൈൻ ഫോസ്ഫേറ്റിൻ്റെയും ആൽക്കലൈൻ ക്രോമേറ്റിൻ്റെയും സൊല്യൂഷൻസാണ് അയണിനെ കൊറോഷൻ നിന്നും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള സൊല്യൂഷൻസ് ഉപയോഗിക്കുമ്പോൾ ആൽക്കലൈൻ ഫോസ്ഫേറ്റിൻ്റെയോ ആൽക്കലൈൻ ക്രോമേറ്റിൻ്റെയോ സൊല്യൂഷൻ അയൺ ഒബ്ജക്റ്റിന് മുകളിൽ കോട്ട് ചെയ്യുന്നു. ഇവിടെ ദാറ്റ് അയൺ ആൽക്കലൈൻ ഫോസ്ഫേറ്റുമായിട്ടോ ആൽക്കലൈൻ ക്രോമേറ്റുമായിട്ടോ റിയാക്ട് ചെയ്തുകൊണ്ട് അയൺ സബ്സ്റ്റൻസിന് മുകളിൽ
ഒരു കോട്ടിങ് ഉണ്ടാക്കുന്നു. ഈ കോട്ടിങ് സാധാരണയായിട്ട് അയൺ ഫോസ്ഫേറ്റിൻ്റെയോ അയൺ ക്രോമേറ്റിൻ്റെയോ ആണ്. എന്താണ് ഈ കോട്ടിങ്ങിൻ്റെ പ്രത്യേകത? ഈ കോട്ടിങ് ഇൻസോലുബിൾ ആണ്, അതോടൊപ്പം തന്നെ ഹീറ്റ് റെസിസ്റ്റൻറ്റുമാണ്. ഇത്തരത്തിൽ ഈ ഒരു അയൺ മെറ്റീരിയലിനെ റസ്റ്റിങ്ങിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈ കോട്ടിങ് സഹായിക്കുന്നു. കൂടാതെ നമ്മൾ പറഞ്ഞു ആൽക്കലൈൻ ഫോസ്ഫേറ്റിൻ്റെയും ആൽക്കലൈൻ ക്രോമേറ്റിൻ്റെയും സൊല്യൂഷനാണ് ഇവിടെ ആൻറ്റി റസ്റ്റ് സൊല്യൂഷനായിട്ട് ഉപയോഗിക്കുന്നത്. എന്താണ് ഈ ആൽക്കലൈൻ? ഇവയ്ക്ക് ബേസിക് സ്വഭാവമുണ്ട് അല്ലേ? ഈ ബേസിക് സ്വഭാവമുള്ള ഈ സൊല്യൂഷൻസ് അയേണുമായിട്ട് പ്രവർത്തിക്കുക വഴി ഉണ്ടാകുന്ന ലെയറിനും ഒരു ബേസിക് സ്വഭാവമായിരിക്കും ഉണ്ടായിരിക്കുക. ഇത്തരം ആൽക്കലൈൻ സബ്സ്റ്റൻസസ് അയേണിലുള്ള എക്സ്ട്രാ H+ അയോണുകളെ അല്ലെങ്കിൽ അസിഡിക് ആയിട്ടുള്ള പ്രോട്ടോണുകളെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഫർദർ കൊറോഷനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും ഈ മെത്തേഡ് വളരെ ഉപകാരപ്രദമാണ്. ഈ ഒരു മെത്തേഡിനെയാണ് പ്രിവെൻഷൻ ഓഫ് റസ്റ്റിംഗ് ബൈ യൂസിങ് ആൻറ്റി റസ്റ്റ് സൊല്യൂഷൻസ് എന്ന് വിളിക്കാറുള്ളത്. നമുക്ക് പറയാം, when a solution of alkaline phosphate or alkaline chromate is applied on iron objects, they form an insoluble heat resistant iron phosphate or iron chromate layer that prevents the rusting. It is having an alkaline nature. It helps to remove the H+ ions which decreases the rusting of that iron material. എവിടെയാണ് ഈ മെത്തേഡിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത്? സാധാരണയായിട്ട് കാർ റേഡിയേറ്റേഴ്സിലാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മുടെ കാറുകളുടെ റേഡിയേറ്റേഴ്സ് നമുക്കറിയാം ഒരു മെറ്റൽ നിർമ്മിതമാണ് അല്ലേ? അതുകൊണ്ട് തന്നെ കൊറോഷൻ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരത്തിൽ കാർ റേഡിയേറ്റേഴ്സിൻ്റെ കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആൻറ്റി റസ്റ്റ് സൊല്യൂഷൻസ് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും 4 ഇമ്പോർട്ടൻറ്റ് മെത്തേഡുകളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചത്.